ഗൈബിയായ ഇൽമ് അതറിയുന്നവൻ രാജാതിരാജനായ അല്ലാഹു മാത്രമാണ്. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഗൈബ് അദൃശ്യം അറിയുന്നവർ ആരും ഇല്ല, ഒരു പടപ്പും ഇല്ല. പക്ഷേ വലാ യുദ്ഹിറു അലാ ഗൈബിഹി ഇല്ലാ മൻ ഇർതദാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അത്തരത്തിലുള്ള മഹാരഥന്മാർക്ക് അല്ലാഹുവിന്റെ ഗൈബിന്റെ മേലുള്ള അറിവ് വെളിപ്പെടുത്തി കൊടുക്കൽ അല്ലാഹു നൽകുകയാണ്. അത്തരത്തിലുള്ള മഹാന്മാർ ഗൈബിയായ ജ്ഞാനത്തിലൂടെ പല വിവരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ പടപ്പുകളിൽ ഗൈബ് അറിഞ്ഞവർ വേറെ ഇല്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നി ലഅറാകും മിൻ വറാഇ ളഹരി ഖുശൂഅകും വറുകൂഅകും ലാ യഖ്ഫാ അലയ്യ ഖുശൂഅകും. ഞാനിതാ എന്റെ പിന്നിലൂടെ നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ റുകൂഉം നിങ്ങളുടെ സുജൂദും എല്ലാം ഞാൻ മുന്നിൽ എങ്ങനെ അറിയുന്നു അതുപോലെ ഞാൻ പിന്നിലും അറിയുകയാണ്. മാത്രമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഉള്ളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, വഖുശൂഅകും, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലുള്ള ആ ഭക്തിയവരെ മുന്നിൽ ഇമാമത്ത് നിൽക്കുന്ന എനിക്ക് അറിയാൻ സാധിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ജനതയോട് പറയുന്നത് ഖുർആൻ വളരെ വ്യക്തമായ നിലയ്ക്ക്, വളരെ ശക്തമായ നിലയ്ക്ക് പ്രഖ്യാപിക്കുന്നു, വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഓ ജനങ്ങളെ, നിങ്ങൾ എന്താണ് തിന്നത്, നിങ്ങൾ എന്താണ് പള്ളയിലാക്കിയത്, അത് എനിക്ക് നിങ്ങളുടെ പള്ള നോക്കുമ്പോൾ പുറത്തു നിന്ന് തന്നെ നോക്കി പറയാൻ കഴിയും. മാത്രമല്ല, വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളുടെ ഉൾത്തടങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും ഈ ഇരുത്തത്തിൽ എനിക്ക് ഇരുന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നു. ജനങ്ങളെ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതിലൂടെ അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, കശ്ഫിന്റെ അഹ്ലുകാർ, അവർക്ക് അല്ലാഹു ഗൈബിയായ അറിവിട്ട് കൊടുക്കുകയാണ്. അതാണ് കദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും അതേ ഉപരിമണ്ഡലങ്ങളെ, അദൃശ്യ ലോകങ്ങളെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇവിടെ നമുക്ക് ഖുർആനിൽ എത്രയോ തെളിവുകളുണ്ട്. നമുക്ക് ഹദീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബഗ്ദാദിന്റെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഇരിപ്പിന്നേൽ ആകാശം കണ്ടോവർ, ഏറും മലക്കൂത്തിൽ രാജാളിയെന്നോവർ, കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ഇതൊക്കെയും ഗൈബാണ്, ഇതൊക്കെയും അദൃശ്യമാണ്. ഈ ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഗൈബിയായ അറിവ് കൊണ്ടാണ് ഇവിടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംബിയാക്കൾ ആ അദൃശ്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മോജിസത്തായി, ഔലിയാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കറാമാത്തുകളായി. ഈ ലോകത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിന്നത് തന്നെ അംബിയാക്കളുടെ മോജിസത്തുകൾ കൊണ്ടും ഔലിയാക്കളുടെ കറാമത്തുകൾ കൊണ്ടുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിന്ന മുൻപന്തിയിൽ നിന്നതാണ് അവർക്ക് അല്ലാഹു കൊടുത്ത ഗൈബിയായ അറിവുകൾ, വിവരങ്ങൾ. അതിലൂടെയാണ് അവിടെ പരിശുദ്ധ ദീനിനെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ഹയാത്താക്കിയെങ്കിൽ അങ്ങകൽ സുൽത്താനുൽ ഹിന്ദ് ഖജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ തങ്ങൾ മുഈനുദ്ദീനായി ദീനിലേക്ക്
സഹായം നൽകിയ വലിയ മഹാനാണ്. അതൊക്കെയും അവരുടെ ഗൈബിയായ അറിവുകൾ കൊണ്ടാണ്. അല്ലാഹു അവരുടെ മദദ് നമുക്കുടനീളം ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി